ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 11ാമത്തെ പാഠമാണ്. കുപ്പിയിലെത്ര സഞ്ചിയിലെത്ര എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. അപ്പോൾ ഇത് കുറച്ച് മെഷർമെൻറ്റ്സ്, അളവുകളെ കുറിച്ചൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി ഗണിതത്തിന്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 3 മാത്സ് എന്ന പ്ലേലിസ്റ്റ് ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. വെള്ളം കൈമാറിക്കളി. പേജ് 159 ചിത്രം കണ്ടില്ലേ? നമ്മളിപ്പോൾ കണ്ട ചിത്രം അല്ലേ? ഈ കളി നമുക്കും കളിക്കാം. എങ്ങനെയാണ്? ഒരു ബക്കറ്റിൽ നിന്ന് ഒരു കൈക്കുമ്പിളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യുക, കുട്ടികളെല്ലാവരും വരിക്ക് നിൽക്കുക. എന്നിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അവസാനം എത്ര കിട്ടുന്നു എന്നാണ് നോക്കേണ്ടത് അല്ലെ? ഒരു ബോട്ടിലേക്ക് അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് അത് കളക്ട് ചെയ്യുമ്പോൾ അവസാനത്തെ കുട്ടിക്ക് എത്ര കളക്ട് ചെയ്യാൻ കിട്ടുന്നു എന്നാണ് മത്സരം. അപ്പം നിങ്ങളിത് ഗ്രൂപ്പുകളായിട്ട് കളിക്കുക. ഒരു ഗ്രൂപ്പിൽ 5 പേരോ 6 പേരോ ഒക്കെ വെച്ചിട്ട് ഗ്രൂപ്പുകളായിട്ട് കളിക്കുക. എന്നിട്ട് ക്ലാസ്സിൽ ജയിച്ച ഗ്രൂപ്പ് ഏതാണെന്ന് അവിടെ എഴുതി കൊടുക്കുക. ലേജുവിന്റെ ക്ലാസ്സിലെ കുട്ടികൾ ഗ്രൂപ്പായിട്ടാണ് ഈ കളി കളിച്ചത്. കളിയുടെ അവസാനം ഓരോ ഗ്രൂപ്പിന്റെയും പാത്രത്തിൽ ഉണ്ടായിരുന്ന വെള്ളമാണ് ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. അവർ 5 ഗ്രൂപ്പുകളായിരുന്നു. അപ്പം 5 ഗ്രൂപ്പിലെ കുട്ടികൾക്ക് കിട്ടിയ വെള്ളം ആ ഗ്ലാസ്സിൽ അവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് 5 ഗ്ലാസ്സുകളിലായിട്ട്. ലേജുവിന്റെ ക്ലാസ്സിലെ ഏത് ഗ്രൂപ്പാണ് വിജയിച്ചത്? ഗ്രൂപ്പ് 5 ആണല്ലേ, കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം. അപ്പൊ 5ാമത്തെ ഗ്രൂപ്പാണ് ജയിച്ചത്. വാട്ടർ ബെൽ കേട്ടല്ലോ. എല്ലാവരും വെള്ളം കുടിക്കൂ എന്ന് ടീച്ചർ പറയുന്നു. ഇനി ഒഴിഞ്ഞ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറയ്ക്കും. അപ്പോൾ വെള്ളം കുടിച്ച ശേഷം വാട്ടർ ബോട്ടിൽ കാലിയായി അല്ലേ? വാട്ടർ ബോട്ടിൽ വെള്ളമില്ല. അപ്പോൾ ആ വാട്ടർ ബോട്ടിൽ എന്ത് ചെയ്യാം? വെള്ളം നിറയ്ക്കാനായിട്ട് ടീച്ചർ പറഞ്ഞു. ഏറ്റവും കൂടുതൽ വെള്ളം നിറയ്ക്കാൻ കഴിയുന്ന വാട്ടർ ബോട്ടിൽ ആരുടേതാണ്? ഏറ്റവും വലിയ വാട്ടർ ബോട്ടിൽ ആരുടേതാണോ അവരുടെ ആയിരിക്കും അല്ലേ? എത്ര ഗ്ലാസ് വെള്ളം നിറയ്ക്കാം? അത് നിങ്ങൾ മെഷർ ചെയ്തിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ എങ്ങനെയാണോ അത് മെഷർമെന്റിനനുസരിച്ച്, നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ എഴുതി കൊടുക്കുക. കുപ്പിയിലെത്ര? ഇവിടെ നമുക്ക് 5 കുപ്പികൾ തന്നിട്ടുണ്ട്. അതിൽ വെള്ളവും നിറച്ചിട്ട് തന്നിട്ടുണ്ട്. ഏത് കുപ്പിയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത്? നോക്കിക്കേ, 2ാമത്തെ കുപ്പിയിലാണ് അല്ലേ? അതാണ് ഏറ്റവും വലിയ കുപ്പി. അപ്പൊ അതിലായിരിക്കും വെള്ളം കൊള്ളുന്നത്. കുപ്പിക്ക് ചുറ്റും വട്ടം വരയ്ക്കുക. ഇനി ഏറ്റവും കുറവ് വെള്ളം കൊള്ളുന്ന കുപ്പിക്ക് ചുറ്റും എന്ത് ചെയ്യുക? ചതുരം വരയ്ക്കുക. നോക്കിക്കേ, 5ാമത്തെ കുപ്പിയാണ് ഏറ്റവും ചെറുത്. അപ്പൊ അതിലായിരിക്കും ഏറ്റവും കുറവ് വെള്ളം കൊള്ളുന്നത്. എന്റെ കുപ്പിയിൽ 1 ലിറ്റർ വെള്ളം നിറയ്ക്കാമെന്ന് അമ്മ പറഞ്ഞു. കുപ്പിയിലെ വെള്ളം 1 ലിറ്റർ ആണോ എന്ന് അളന്നു നോക്കിയാലോ? അപ്പൊ അവിടെ കുട്ടി പറയുന്നതാണ് അല്ലെ, 1 ലിറ്റർ എന്നുള്ളത് എന്താണ്? ഒരളവാണ്. അപ്പൊ അത് അളന്നു നോക്കിയാലോ എന്ന് ടീച്ചർ ആ കുട്ടിയോട് പറയുന്നുണ്ട്. വാങ്ങുന്ന സാധനങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ 1 ലിറ്റർ അളവിൽ വാങ്ങുന്ന സാധനങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ് മക്കളെ? പാലുണ്ടായിരിക്കും, ജ്യൂസ് ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ മോര്, തൈര്, വെളിച്ചെണ്ണ, ഓയില്, മണ്ണെണ്ണ, ഇതെല്ലാം നമ്മൾ ലിറ്റർ കണക്കിനാണ് അല്ലെങ്കിൽ 1 ലിറ്റർ അളവിലാണ് വാങ്ങാറ്. അളക്കാം, നിറയ്ക്കാം. നമുക്ക് അവിടെ ഒരുപാട് അളവ് പാത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ? അപ്പോൾ ഇത്തരം അളവ് പാത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൽ എത്ര വെള്ളം നിറയ്ക്കാമെന്ന് നോക്കണം. ഒരു കുട്ടി പറയുന്നത് നോക്കൂ, എനിക്ക് അളവ് പാത്രമില്ല, അളക്കാനായിട്ടുള്ള പാത്രമില്ല. ഇനി അളവ് പാത്രങ്ങൾ ഇല്ലാത്തവർ അളവ് പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ്? ഒഴിഞ്ഞ കുപ്പികൾ ഉപയോഗിച്ച് അളവ് പാത്രങ്ങളുടെ സഹായത്തോടെ 1 ലിറ്റർ, 500 ലിറ്റർ, 500 മില്ലി ലിറ്റർ, 200 മില്ലി ലിറ്റർ അളവ് പാത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ അതുപോലെ 200 മില്ലി ലിറ്റർ പാത്രത്തിൽ 100 മില്ലി ലിറ്റർ, 50 മില്ലി ലിറ്റർ എന്നീ അളവുകൾ കൂടി അടയാളപ്പെടുത്തണം. ലിറ്ററിനേക്കാൾ ചെറിയ അളവിനെയാണ് അളവാണ് ഇത് മില്ലി ലിറ്റർ എന്ന് പറയുന്നത്. ഇനി 1 ലിറ്ററിൽ കുറഞ്ഞ അളവിൽ വാങ്ങുന്ന സാധനങ്ങൾ ഏതെല്ലാമാണ്? അവയുടെ അളവ് എഴുതുക. അപ്പോൾ പാല് ഒരു ഉദാഹരണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. പാല് 500 മില്ലി ലിറ്റർ നമുക്ക് ലഭ്യമാണ് അല്ലേ? അതുപോലെ തൈര്, മോര്, ഇതൊക്കെ 500 മില്ലി ലിറ്ററിൽ ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ വെള്ളത്തിന്റെ ബോട്ടിലുണ്ട്. 200 മില്ലി ലിറ്റർ ഉണ്ട്, 100 മില്ലി ലിറ്റർ ഉണ്ട്, 500 മില്ലി ലിറ്റർ ഉണ്ട്, 1 ലിറ്ററിൽ കുറവുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ, 500 മില്ലി ലിറ്ററിന്റെ വെളിച്ചെണ്ണ ഉണ്ട്, അതും എഴുതാം. എത്ര വെള്ളം? നിങ്ങൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട്? അവിടെ എഴുതി കൊടുക്കണേ. അളന്ന് പറയൂ. നിങ്ങളുടെ അളവുപാത്രം ഉപയോഗിച്ച് വീട്ടിലെ വിവിധ പാത്രങ്ങളിൽ എത്ര വെള്ളം കൊള്ളുമെന്ന് ഊഹിച്ചും അളന്നും എഴുതുക. ഇനി ഓരോ പാത്രത്തിലും എത്ര കൊള്ളും എന്നുള്ളതിന്റെ ഊഹവും അളവും അവിടെ എഴുതി കൊടുക്കണം. അതായത് നിങ്ങൾ എടുക്കുന്ന മെഷർമെന്റിന്റെ പാത്രം, അളവ് പാത്രം പല രീതിയിലായിരിക്കാം. ചിലർ 50 ml ആയിരിക്കാം, ചിലർ 200 ml ആയിരിക്കാം, ചിലർ 100 ml ആയിരിക്കാം. അപ്പൊ അതിനനുസരിച്ച് വേണം ഊഹം എഴുതാൻ. അളവ് നിങ്ങൾ കൃത്യമായിട്ട് ഏതാ മെഷർമെന്റ് ആണ് വെച്ച് അളക്കുന്നത് അത് വെച്ച് അളന്നിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ ചെയ്യാത്തത് കേട്ടോ. കാരണം പലരുടെയും കയ്യിലുള്ള ഗ്ലാസും കപ്പും അതുപോലെ ബക്കറ്റിന്റെ മഗ്ഗിന്റെ ഒക്കെ
വലുപ്പം എന്തായിരിക്കാം? വ്യത്യസ്തമായിരിക്കാം. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള അളവ് പാത്രത്തിന്റെ അളവും വ്യത്യസ്തമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആക്ച്വൽ ആയിട്ട് ഇവിടെ എഴുതാനായിട്ട് കഴിയില്ല. അത് മക്കൾ എഴുതി പൂരിപ്പിച്ചു കൊടുക്കണേ. പാൽ സൊസൈറ്റി. ലേജുവിന്റെ അച്ഛൻ സൊസൈറ്റിയിൽ പാല് കൊടുത്തു. 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ പാൽ അളന്നു. 1 ലിറ്റർ പാത്രം കൊണ്ട് 1 തവണയും അളന്നു. ലേജുവിന്റെ അച്ഛൻ സൊസൈറ്റിയിൽ എത്ര ലിറ്റർ പാല് കൊടുത്തു? അപ്പൊ ആദ്യം 2 ലിറ്ററിന്റെ 2 തവണയാണ് അളന്നത്. അപ്പൊ 2 കൂട്ടണം 2 4ആയി. പിന്നെ 1 ലിറ്ററിന്റെ അളവ് പാത്രം കൊണ്ട് 1 തവണയും. 4 കൂട്ടണം 1 സമം 5. ആകെ 5 ലിറ്റർ പാലാണ് കൊടുത്തത്. അതായത് 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ അളക്കുമ്പോൾ 2 കൂട്ടണം 2 സമം 4 ലിറ്റർ. 1 ലിറ്റർ പാത്രം കൊണ്ട് 1 തവണ അളന്നാൽ 1 ലിറ്റർ. പാലിന്റെ അളവ് 4 കൂട്ടണം 1 സമം 5 ലിറ്റർ. ലേജുവിന്റെ അച്ഛന് ശേഷം പാൽ കൊടുത്തത് ജാനകി ചേച്ചിയായിരുന്നു. 1 ലിറ്റർ അളവ് പാത്രം കൊണ്ട് 3 തവണയും 200 മില്ലി ലിറ്റർ പാത്രം കൊണ്ട് 2 തവണയും പാല് അളന്നൊഴിച്ചു. ജാനകി ചേച്ചി എത്ര ലിറ്റർ പാല് കൊടുത്തു? അപ്പോൾ ആദ്യം ലിറ്ററിൽ എത്രയാണെന്ന് നോക്കാം. 1 ലിറ്ററിന്റെ 3 തവണയാണ് കൊടുത്തത്. 1 കൂട്ടണം 1 സമം 3 ലിറ്റർ ആയി. അപ്പോൾ ആകെ. പിന്നെ 200 മില്ലി ലിറ്റർ 2 തവണ കൊടുത്തു. അപ്പൊ 200 കൂട്ടണം 200 സമം 400 മില്ലി ലിറ്റർ ആയി. ആകെ 1 ലിറ്റർ 400 മില്ലി ലിറ്റർ ആണ് പാല് കൊടുത്തത്. 1 ലിറ്റർ പാല് കൊണ്ട് 3 തവണ അളന്നാൽ 3 ലിറ്റർ ആയി. 200 മില്ലി ലിറ്റർ കൊണ്ട് 2 തവണ അളന്നാൽ 200 കൂട്ടണം 200 400 മില്ലി ലിറ്റർ ആയി. പാലിന്റെ അളവ് 3 ലിറ്റർ 400 മില്ലി ലിറ്റർ. പാല് വാങ്ങാൻ വന്ന ചായക്കടക്കാരൻ ബഷീറിന് 3 ലിറ്റർ പാല് കൊടുത്തത് ലേജുവിന്റെ അച്ഛൻ കൊടുത്ത പാലിൽ നിന്നായിരുന്നു എങ്കിൽ ബാക്കി എത്ര പാലുണ്ട്? ലേജുവിന്റെ അച്ഛൻ ആകെ കൊടുത്ത പാൽ എന്ന് പറയുന്നത് 5 ലിറ്റർ ആയിരുന്നു. അതിൽ നിന്ന് ബഷീറിന് കൊടുത്തത് 3 ലിറ്റർ ആണ്. അപ്പൊ ബാക്കി വന്നത് 5 കുറയ്ക്കണം 3 സമം 2 ലിറ്റർ പാലായിരിക്കും ബാക്കി വന്നിട്ടുണ്ടായിരിക്കുക. ഇനി നോക്കൂ, ചെറിയ അളവ്. ചിത്രത്തിൽ കാണുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എഴുതൂ. കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാന്, അതുപോലെ രക്തം എടുക്കാന്, പിന്നെ മസാല പൊടികളൊക്കെ എടുക്കാന്, മരുന്ന് ഉറ്റിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണ് ഈ ഇത്തരത്തിലുള്ള ചെറിയ അളവിന്റെ ഉപകരണങ്ങൾ എടുക്കുന്നത്. മരുന്ന് കഴിക്കുന്ന സ്പൂണിൽ എത്ര മില്ലി ലിറ്റർ മരുന്ന് കൊള്ളും? അളന്നെഴുതുക. അതുപോലെ കുപ്പിയുടെ അടപ്പിൽ എത്ര വെള്ളം കൊള്ളുമെന്നും അളന്നെഴുതുക. ഏകദേശം നമുക്കൊരു 10 മില്ലി ലിറ്റർ ഒക്കെ ആയിരിക്കും കൊള്ളുന്നത് കേട്ടോ. അത്തർ കച്ചവടം. ലേജുവിന്റെ അച്ഛന് അത്തർ കച്ചവടവുമുണ്ട്. മൊത്ത കച്ചവടക്കാരിൽ നിന്നും അത്തർ വാങ്ങി 5 മില്ലി ലിറ്റർ കുപ്പിയിൽ നിറച്ചാണ് കച്ചവടം ചെയ്യുന്നത്. 20 കുപ്പിയിൽ നിറയ്ക്കാൻ എത്ര അത്തർ വേണം? അപ്പോൾ ഒരു കുപ്പിയിൽ 5 മില്ലി ലിറ്റർ ആണ് കൊള്ളുന്നത്. അങ്ങനെയെങ്കിൽ 20 കുപ്പിയിലാകെ എത്ര ഉണ്ടാവും? 20 ഗുണിക്കണം 5 അല്ലെങ്കിൽ 5 ഗുണിക്കണം 20 ചെയ്താൽ മതി അല്ലേ? 5 ഗുണിക്കണം 2 നമുക്കറിയാം 10 ആണ്. അപ്പോൾ 20 ഗുണിക്കണം 5 ആകുമ്പോൾ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. 100 മില്ലി ലിറ്റർ അത്തറാണ് കൊള്ളുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 20 തവണ എഴുതി കൂട്ടിയാലും മതി കേട്ടോ. 20 മില്ലി ലിറ്റർ അത്തർ എത്ര കുപ്പിയിൽ നിറയ്ക്കാം? അപ്പൊ 20 മില്ലി ലിറ്റർ ഒരു കുപ്പിയിൽ 5 മില്ലി ലിറ്റർ ആയിരിക്കും അല്ലെ ഉണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ 20 മില്ലി ലിറ്റർ എത്ര നിറയ്ക്കാം? 20 ഹരിക്കണം 5 ചെയ്ത് നോക്കിയാൽ മതി. 20 ഹരിക്കണം 5 സമം 4 ആണ്. അപ്പൊ 4 കുപ്പിയിൽ നിറയ്ക്കാം. സൂപ്പർ മാർക്കറ്റ്. എന്തൊരു ഭാരം ഉയർത്താനാകുന്നില്ല. മോളെ ഞാൻ എടുക്കാമെന്ന് അച്ഛൻ പറയുന്നുണ്ട് അല്ലെ. സൂപ്പർ മാർക്കറ്റിലേക്ക് ആവശ്യമായ അത്തർ വിതരണം ചെയ്യുന്നത് ലേജുവിന്റെ അച്ഛനാണ്. അച്ഛനൊപ്പം ലേജുവും സൂപ്പർ മാർക്കറ്റിലെത്തി. 1 കിലോഗ്രാം ഭാരം വരുന്ന എന്തെല്ലാം സാധനങ്ങൾ വീട്ടിൽ വാങ്ങാറുണ്ട്? പഞ്ചസാര, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ പുളി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ 1 കിലോഗ്രാമിൽ വാങ്ങാറുണ്ട് അല്ലേ. ലേജുവും അച്ഛനും സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റ് താഴെ തന്നിട്ടുണ്ട്. അരി 10 കിലോഗ്രാം, ആട്ട 5 കിലോഗ്രാം, റവ 2 കിലോഗ്രാം, പഞ്ചസാര 1 കിലോഗ്രാം, അരിപ്പൊടി 2 കിലോഗ്രാം, ചെറുപയർ 1 കിലോഗ്രാം. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളുടെ ആകെ ഭാരം എത്രയായിരിക്കും? ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ മതിയായിരിക്കും. 10 കൂട്ടണം 5 കൂട്ടണം 2 കൂട്ടണം 1 കൂട്ടണം 2 കൂട്ടണം 1. 21 കിലോഗ്രാം ആണ് ആകെ വാങ്ങിയത്. എന്തൊരു ഭാരം! ക്ലാസ് മുറിയിൽ നിങ്ങൾക്ക് തനിയെ ഉയർത്താനാകുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? ഉയർത്താനാകാത്തത് ഏതൊക്കെയാണ്? ഉയർത്താനാകുന്ന വസ്തുക്കൾ പുസ്തകം, ചോക്ക്, അതുപോലെ ബെഞ്ച്, ഡെസ്ക്, ചെയർ, കസേര, അതെല്ലാം നിങ്ങൾക്ക് ഉയർത്താനാവുമായിരിക്കും അല്ലെ. ഉയർത്താനാകാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ്? ഒരുപക്ഷെ മേശ കഴിയുന്നുണ്ടായിരിക്കില്ല, ബോർഡ് കഴിയുന്നുണ്ടായിരിക്കില്ല, അലമാര കഴിയുന്നുണ്ടായിരിക്കില്ല. ഇതൊന്നും ഉയർത്താൻ കഴിയാത്ത വസ്തുക്കളാണ്. അളന്നു നോക്കാൻ എന്തൊക്കെ? ഇവിടെ നമ്മൾ ഭാരം അളക്കുന്ന ഒരുപാട് വസ്തുക്കളുടെ ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഭാരം അളക്കുന്നത് കിലോഗ്രാമിലോ ഗ്രാമിലോ ആണ്. കിലോഗ്രാമിനേക്കാൾ ചെറിയ അളവാണ് ഗ്രാം. നേരത്തെ നമ്മൾ എന്ത് പഠിച്ചു? ലിറ്ററിനേക്കാൾ ചെറിയ അളവാണ് മില്ലി ലിറ്റർ എന്ന് പഠിച്ചില്ലേ. അതുപോലെ തന്നെ കിലോഗ്രാമിനേക്കാൾ ചെറിയ അളവാണ് എന്ത്? ഗ്രാം. ഗ്രാമിനേക്കാൾ ചെറിയ അളവാണ് മില്ലിഗ്രാം. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. അളന്നു നോക്കിയാലോ. എന്റെ ബാഗിന്റെ ഭാരം
ഊഹവും അളന്നു കണ്ടെത്തിയതും നിങ്ങൾ അവിടെ എഴുതണം. അതുപോലെ സുഹൃത്തിന്റെ ബാഗിന്റെ ഭാരം നിങ്ങളുടെ ഊഹവും അളന്നു കണ്ടെത്തിയതും എഴുതണം. പിന്നെ അതുപോലെ നിങ്ങളുടെ ഭാരം എത്രയാണെന്ന് ഊഹവും അളന്നു കണ്ടെത്തിയതും സുഹൃത്തിന്റെ ഭാരം എത്രയാണെന്ന് അതും ഊഹവും അളന്നു കണ്ടെത്തിയതും അവിടെ എഴുതണേ. ആരോഗ്യ ചാർട്ട്. ക്ലാസ്സിലുള്ളവരുടെ വിവരങ്ങൾ കണ്ടെത്തി ചാർട്ട് പൂർത്തിയാക്കുക. അപ്പൊ എന്താണ് ഇതിൽ വേണ്ടത്? ഈ ചാർട്ടിൽ നിങ്ങളുടെ പേര് എഴുതാം ആദ്യം, എത്ര വയസ്സായെന്നും ഉയരവും അതുപോലെ ഭാരം എത്രയാണെന്നും എഴുതണം. അങ്ങനെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടെത്തി എഴുതണം കേട്ടോ. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ചാർട്ട് പ്രകാരം 7, 8, 9 വയസ്സ് പ്രായത്തിലുള്ളവർക്ക് ഉണ്ടാകേണ്ട ഉയരവും ഭാരവും നമുക്ക് ഇവിടെ താഴെ പട്ടികയിൽ തന്നിട്ടുണ്ട്. 7 വയസ്സുള്ള കുട്ടികൾക്ക് ഏകദേശം 122 സെന്റിമീറ്റർ ഉയരവും 23 കിലോഗ്രാം ഭാരവും വേണം. 8 വയസ്സുള്ളവർക്ക് 127 സെന്റിമീറ്റർ ഉയരവും 26 കിലോഗ്രാം ഭാരവും. 9 വയസ്സുള്ളവർക്ക് 133 കിലോഗ്രാം ഉയരവും 133 സെന്റിമീറ്റർ ഉയരവും 28 കിലോഗ്രാം ഭാരവും വേണം. അത് ആൺകുട്ടികളുടെ കാര്യമാണ്. ഈ പെൺകുട്ടികളുടെയും അതുപോലെ തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഭാരവും ഉയരവും നമ്മൾ നേരത്തെ മുകളിലെ പട്ടികയിൽ എഴുതി ചേർത്തല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി നിങ്ങൾ ഒരു കുറിപ്പ് തയ്യാറാക്കണം. അതായത് ആർക്കൊക്കെയാണ് ആവശ്യത്തിനനുസരിച്ചുള്ള ഉയരത്തിനനുസരിച്ചുള്ള ഭാരമുള്ളത്, ആർക്കൊക്കെയാണ് അണ്ടർ വെയിറ്റ് ഉള്ളത്, അതായത് ഉയരത്തിനനുസരിച്ചും പ്രായത്തിനനുസരിച്ചുമുള്ള ഭാരമില്ലാത്തത് അല്ലെങ്കിൽ ഉയരമില്ലാത്തത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിലയിരുത്തി എഴുതുക. ഭക്ഷണ കിറ്റ്. ലേജുവിന്റെ വീടിനടുത്തുള്ള പുഞ്ചിരി ക്ലബ്ബ് ഓണത്തിന് വിതരണം ചെയ്ത കിറ്റിൽ ഉൾപ്പെടുത്തിയ വിവിധ സാധനങ്ങളും അവയുടെ ഭാരവുമാണ് താഴെ പട്ടികയിൽ തന്നിരിക്കുന്നത്. തേയില 100 ഗ്രാം, പഞ്ചസാര 1 കിലോഗ്രാം, കശുവണ്ടി പരിപ്പ് 40 ഗ്രാം, നെയ്യ് 50 ഗ്രാം, ഏലയ്ക്ക 10 ഗ്രാം, ശർക്കര വരട്ടി 50 ഗ്രാം, മുളകുപൊടി 500 ഗ്രാം, മഞ്ഞൾപ്പൊടി 100 ഗ്രാം, വെളിച്ചെണ്ണ 1 കിലോഗ്രാം, പച്ചരി 500 ഗ്രാം, ചെറുപയർ 500 ഗ്രാം, തുവരപ്പരിപ്പ് 200 ഗ്രാം, ഉപ്പ് 1 കിലോഗ്രാം, ഏത്തയ്ക്ക ചിപ്സ് 250 ഗ്രാം. 1 കിലോഗ്രാം ഭാരമുള്ള എത്ര സാധനങ്ങൾ കിറ്റിലുണ്ട്? അവയുടെ ഭാരം എത്രയാണ്? ഏതൊക്കെയുണ്ട് മക്കളെ? പഞ്ചസാരയുണ്ട്, പിന്നെ അതുപോലെ വെളിച്ചെണ്ണയുണ്ട്, പിന്നെ ഉപ്പുണ്ട്. അവയുടെ ഭാരം എത്രയാണ്? ആകെ 3 കിലോഗ്രാം ആയിരിക്കും. കാരണം 1 കൂട്ടണം 1 കൂട്ടണം 1 സമം 3 കിലോഗ്രാം. 1 കിലോഗ്രാം കുറവ് ഭാരമുള്ള ഏതെല്ലാം സാധനങ്ങൾ കിറ്റിലുണ്ട്? ഏതൊക്കെയുണ്ട് മക്കളെ? തേയില, കശുവണ്ടി പരിപ്പ്, നെയ്യ്, ഏലയ്ക്ക, ശർക്കര വരട്ടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചരി, ചെറുപയർ, തുവരപ്പരിപ്പ്, ഏത്തക്ക ചിപ്സ് തുടങ്ങിയവയാണ് 1 കിലോഗ്രാമിൽ കുറവുള്ള വസ്തുക്കൾ. ഈ 1 കിലോഗ്രാമിൽ കുറവുള്ള കുറച്ച് അളവുകളും അവയെ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, 250 ഗ്രാം ആണെങ്കിൽ നമുക്ക് അതിനെ 1/4 കിലോഗ്രാം എന്ന് പറയാം. 500 ഗ്രാം ആണെങ്കിൽ 1/2 കിലോഗ്രാം എന്നും 750 ഗ്രാം ആണെങ്കിൽ 3/4 കിലോഗ്രാം എന്നും പറയാം. ഇനി നമുക്ക് വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ നോക്കാം. ചോദ്യം 1. എത്ര കുപ്പി? ഒരു പലചരക്ക് കടയിൽ 10 ലിറ്റർ വെളിച്ചെണ്ണ സ്റ്റോക്ക് ഉണ്ട്. ഇത് 1 ലിറ്റർ കുപ്പികളിൽ നിറയ്ക്കാൻ എത്ര കുപ്പി വേണം? അപ്പോൾ ആകെയുള്ളത് 10 ലിറ്റർ വെളിച്ചെണ്ണയാണ്. 1 ലിറ്റർ വീതമുള്ള എത്ര കുപ്പികളിൽ നിറയ്ക്കാമെന്നാണ് ചോദ്യം. അപ്പോൾ 10 ഹരിക്കണം 1 സമം എത്രയാണ്? 10 ആണല്ലേ. ഓരോന്ന് 10 തവണ കൂട്ടിയാലാണ് 10 ലിറ്റർ ആവുക. അപ്പോൾ ഓരോ ലിറ്റർ വീതമുള്ള 10 കുപ്പികൾ വേണ്ടി വരും. 2 ലിറ്ററിന്റെ കുപ്പിയാണെങ്കിലോ 10 ഹരിക്കണം 2 സമം 5 കുപ്പികൾ വേണ്ടി വരും. ചോദ്യം 2. ലേജുവിന്റെ വീട്. ലേജുവിന്റെ വീട് പെയിന്റ് ചെയ്യണം. വാങ്ങിയ പെയിന്റിന്റെ അളവ് ചുവടെ കൊടുക്കുന്നു. പെയിന്റിന്റെ നിറവും അളവുമാണ് തന്നിട്ടുള്ളത്. വെള്ള നിറത്തിലുള്ള പെയിന്റ് 20 ലിറ്ററും പച്ച നിറത്തിൽ 5 ലിറ്ററും മഞ്ഞ നിറത്തിലുള്ളത് 5 ലിറ്ററും വയലറ്റ് നിറത്തിലുള്ളത് 1 ലിറ്ററും നീല നിറത്തിലുള്ള 2 ലിറ്ററുമാണ് വാങ്ങിയത്. ആകെ എത്ര പെയിന്റ് വാങ്ങി? ആകെ കാണാൻ എല്ലാതും കൂടെ കൂട്ടി നോക്കിയാൽ മതി. അതായത് 20 കൂട്ടണം 5 കൂട്ടണം 5 കൂട്ടണം 1 കൂട്ടണം 2. 20ലേക്ക് 5 കൂട്ടുമ്പോൾ 25, അതിലേക്ക് 5 കൂട്ടുമ്പോൾ 30, 30ലേക്ക് 1 കൂട്ടുമ്പോൾ 31, അതിലേക്ക് 2 കൂട്ടുമ്പോൾ 33 ലിറ്റർ ആണ് ആകെ പെയിന്റ് വാങ്ങിയത്. ചോദ്യം 3. ഗ്യാസ് സിലിണ്ടർ. ഗ്യാസ് നിറച്ചൊരു സിലിണ്ടറിന്റെ ഭാരം 29 കിലോഗ്രാം ആണ്. ഒഴിഞ്ഞ സിലിണ്ടറിന്റെ ഭാരം 15 കിലോഗ്രാം ആണ്. സിലിണ്ടറിനുള്ളിലുള്ള ദ്രാവകത്തിന്റെ ഭാരം എത്രയാണ്? ആകെ ഭാരം 29 കിലോഗ്രാമും ഒഴിഞ്ഞ സിലിണ്ടറിന്റെ ഭാരം 15 കിലോഗ്രാമും ആണ് അല്ല മക്കളെ. അപ്പൊ ഉള്ളിൽ എത്ര ഉണ്ടായിരിക്കും? 29 കുറയ്ക്കണം 15 ചെയ്ത് നോക്കിയാൽ മതി. ആകെ 14 കിലോഗ്രാം ആയിരിക്കും അതിനുള്ളിലുള്ള ലിക്വിഡ് ഗ്യാസ് കേട്ടോ. പകുതി ഗ്യാസ് ഉള്ളപ്പോൾ സിലിണ്ടറിന്റെ ആകെ ഭാരം എത്രയാണ്? പകുതി ഗ്യാസ് എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? 7 ആണല്ലേ. 14ന്റെ പകുതി 7 കിലോഗ്രാം ആയിരിക്കും. അപ്പൊ ആകെ എത്രയാണ് ഭാരം? 7 കിലോഗ്രാം ദ്രാവകത്തിന്റെ ഭാരവും പിന്നെ സിലിണ്ടറിന്റെ 15 കിലോഗ്രാം ഭാരവും. 15 കൂട്ടണം 7 സമം 22 കിലോഗ്രാം ആയിരിക്കും ആകെ ഭാരം. ചോദ്യം 4. എണ്ണ അളക്കാം. 500 മില്ലിലിറ്റർ എണ്ണ വേണം. 200 മില്ലിലിറ്റർ 100 മില്ലിലിറ്റർ അളവ് പാത്രങ്ങളാണ് ഉള്ളത്. ഇവ ഉപയോഗിച്ച് 500 മില്ലിലിറ്റർ എണ്ണ എങ്ങനെയൊക്കെ അളക്കാം? പല രീതിയിൽ അളക്കാവുന്നതാണ്. ഒന്നുകിൽ
200 മില്ലി ലിറ്ററിന്റെ ഒരു പാത്രവും പിന്നെ 100 മില്ലി ലിറ്ററിന്റെ 3 പാത്രങ്ങളും, അല്ലെങ്കിൽ 200 മില്ലി ലിറ്ററിന്റെ 2 പാത്രങ്ങളും 100 മില്ലി ലിറ്ററിന്റെ ഒരു പാത്രവും. ഇഷ്ടമുള്ള രീതിയിൽ അളക്കാവുന്നതാണ്. ചോദ്യം 5, എങ്ങനെ അളക്കാം? 500 മില്ലി ലിറ്റർ, 200 മില്ലി ലിറ്റർ അളവ് പാത്രങ്ങളാണ് ഉള്ളത്. ഇവ ഉപയോഗിച്ച് 100 മില്ലി ലിറ്റർ അളക്കുന്നത് എങ്ങനെയാണ്? ആദ്യം 500 മില്ലി ലിറ്ററിന്റെ പാത്രം മുഴുവനായിട്ട് നിറയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് 200 മില്ലി ലിറ്റർ 2 തവണയായിട്ട് ഒഴിവാക്കുക. അപ്പൊ 500-ൽ നിന്ന് ആദ്യം 200 ഒഴിവാക്കുമ്പോൾ എത്രയായി? 500 കുറയ്ക്കണം 200, 300 ആയി. പിന്നെ 300-ൽ നിന്ന് 200 ഒഴിവാക്കുന്നു. അപ്പൊ 300 കുറയ്ക്കണം 200 എത്രയായി? 100 ആയി അല്ലെ? അപ്പൊ നമുക്ക് 100 മില്ലി ലിറ്റർ ലഭിക്കുന്നതാണ്. ചോദ്യം 6, ഗണിത ലാബ്. ഗണിത ലാബിലേക്ക് 4 തൂക്കക്കട്ടികൾ ഉണ്ടാക്കി. 4 കട്ടികളുടെയും ആകെ ഭാരം 15 കിലോഗ്രാം ആണ്. ഈ കട്ടികൾ ഉപയോഗിച്ച് 1 മുതൽ 15 കിലോഗ്രാം വരെയുള്ള ഭാരം അളക്കാം. എങ്കിൽ ഓരോ തൂക്കക്കട്ടിയുടെയും ഭാരം എത്രയാണ്? അപ്പോ ആ കട്ടകൾ എന്ന് പറയുന്നത് ഒന്ന് 1 കിലോഗ്രാമിൻ്റെത്, പിന്നെ ഒന്ന് 2 കിലോഗ്രാമിൻ്റെത്, ഒന്ന് 3 കിലോഗ്രാമിൻ്റെത്, ഒന്ന് 10 കിലോഗ്രാമിൻ്റെത്, അങ്ങനെയായിരിക്കും. അതായത് 1 കിലോഗ്രാം ആണെങ്കിൽ നമുക്ക് 1 കിലോഗ്രാം കൊണ്ട് അളക്കാം, 2 ആണെങ്കിൽ 2 കൊണ്ട് അളക്കാം, 3 ആണെങ്കിൽ 3 കൊണ്ട് അളക്കാം, പിന്നെ 4 ആണെങ്കിൽ എന്ത് ചെയ്യാം? 2ന്റെ 2 കട്ടുകൾ എടുക്കാം. ഈ 5 അളക്കണമെങ്കിൽ 3 കിലോഗ്രാമിന്റെ ഒന്നും 2 കിലോഗ്രാമിന്റെ ഒന്നും മതി. 6 ആണെങ്കിൽ 3ന്റെ 2 എണ്ണം, 7 ആണെങ്കിൽ അതുപോലെ 3ന്റെ 2ഉം 1ന്റെ 1ഉം എടുക്കാം. 8 ആണെങ്കിലോ 3ന്റെ 2ഉം 2ന്റെ 1ഉം എടുക്കാം. 9 ആണെങ്കിൽ 3ന്റെ 3 എണ്ണം എടുക്കാം അല്ലെ? പിന്നെ 10 ആണെങ്കിൽ അതുപോലെ 10 കിലോഗ്രാമിൻ്റെത് എടുക്കാം. പിന്നെ 11, 12, 13 ആണെങ്കിൽ 10 കിലോഗ്രാമിലേക്ക് 1, 2, 3 കട്ടികൾ ഓരോ തവണ വെച്ചാൽ മതി. 14 ആണെങ്കിൽ 10ന്റെ 1ഉം 2ന്റെ 2ഉം എടുക്കാം. 15 കിലോഗ്രാം ആവുമ്പോൾ 10ന്റെ 1ഉം 3ന്റെ 1ഉം 2ന്റെ 1ഉം 1ന്റെ 1ഉം എടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ 11ാമത്തെ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അധികം നിങ്ങൾക്ക് തനിയെ അളന്നെഴുതാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. അതൊക്കെ സ്വന്തം ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം അളവുകൾ മനസ്സിലാവും. അപ്പൊ 3ാം ക്ലാസ്സിന്റെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ ശരി, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്